फर्स्ट सेमेस्टर में हिंदी साहित्य का इतिहास आदिकाल से रीतिकाल तक എന്ന ലേണിംഗ് മെറ്റീരിയൽസിലെ അഞ്ചാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റാണ്. നമ്മൾ രീതികാലത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ മൂന്നാമത്തെ ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രീതികാൽ की പ്രമുഖ പ്രവൃത്തിയാണ്. രീതികാലത്തിൻ്റെ പ്രമുഖമായ പ്രവണതകൾ എന്തൊക്കെയാണ്, അന്നത്തെ കാലത്തെ വിശേഷതകൾ എന്തൊക്കെയാണെന്നാണ്. ഇത് റിപ്പീറ്റേഷനുള്ള പോയിന്റ്സ് തന്നെയാണ്. വീണ്ടും അതിനൊന്നും കൂടി എക്സ്പ്ലനേഷൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നതെന്നേ ഉള്ളൂ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പഠിക്കാൻ വീണ്ടും വീണ്ടും എളുപ്പമായിരിക്കും. മൊത്തം ലെസൺസ് വായിച്ചു കഴിയുമ്പോൾ രീതികാലത്തെക്കുറിച്ചുള്ളൊരു മൊത്തം ചിത്രം നമുക്ക് കിട്ടും. രീതികാल की प्रमुख प्रवृत्तियों को जानकारी प्राप्त करता है. രീതികാലത്തിന്റെ പ്രമുഖമായ പ്രവണതകളെ കുറിച്ചുള്ള അറിവ് നമുക്ക് തരുന്നു. രീതികാल कवियों के विषयों की विविधता पर जानकारी प्राप्त करता है. രീതികാലത്തിലെ കവികളുടെ വിഷയങ്ങളുടെ വൈവിധ്യതയെക്കുറിച്ചുള്ള അറിവ് നൽകുന്നു. രീതികാलीन कवियों के प्रवृत्तियों तथा वर्गीकरण पर जानकारी प्राप्त करता है. രീതികാലത്തിന്റെ കവികളെയും അവരെ വർഗീകരിച്ചിരിക്കുന്നതിനെ കുറിച്ചുമുള്ള അറിവ് നമ്മൾക്ക് ഈ യൂണിറ്റിലൂടെ ലഭിക്കുന്നു. पूर्वापेक्ष രീതികാल के अधिकांश कवि तत्कालीन രാജ് മഹാരാജാക്ക് ആശ്രയമേ रहता था. രീതികാലത്തിലെ അധികം കവികളും രാജാക്കന്മാരുടെയോ മഹാരാജാക്കന്മാരുടെയോ ആശ്രിതരായി കഴിയുന്ന രാജകവികൾ ആയിരുന്നു. आश्रितताओं को खुश कराने के लिए श्रृंगार पर അവലംബിത രചനയെ കർത്തത്. രാജാക്കന്മാരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ശൃംഗാരം നിറഞ്ഞ രചനകളാണ് അവർ എഴുതിയിരുന്നത്. रीति मुक्त कवियों ने कृष्ण के ഇതിഹാസ ചരിത്ര കാവ്യ വിഷയ ബനായ. രീതി മുക്ത കവികളാണെങ്കിൽ അവരുടെ വിഷയം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണന്റെ ചരിത്രത്തെയാണ് അവർ വിഷയമാക്കി സെലക്ട് ചെയ്തത്. इस काल में कवियों और रचनाकारों को अपने राजा से सम्मान प्राप्त होने के कारण साहित्य और कला की स्थिति अच्छी रही. ഈ കാലഘട്ടത്തിലെ കവികൾക്കും അവരുടെ രചനകൾക്കും രാജാക്കന്മാരിൽ നിന്നും അർഹമായ ബഹുമതി ലഭിച്ചിരുന്നു എന്നതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിലെ സാഹിത്യം എന്ന് പറയുന്നത് വളരെ നല്ലതായിരുന്നു. लेकिन विलासी राजाओं के आश्रय में रहने के कारण इन कवियों की मुख्य लक्ष्य उन्हें संतुष्ट करता था. പക്ഷെ ആഡംബരപ്രിയരായ രാജാക്കന്മാരുടെ കീഴിൽ കഴിഞ്ഞിരുന്നു എന്നതുകൊണ്ട് തന്നെ ഇവരുടെ മുഖ്യ ലക്ഷ്യം രാജാവിനെ സന്തോഷപ്പെടുത്തുക എന്നതായിരുന്നു. इसलिए इन रचनाओं में साहित्य गुण का अभाव देख सकता है. അതുകൊണ്ട് തന്നെ ഇതിൽ സാഹിത്യപരമായ മൂല്യങ്ങളുടെ കുറവ് പലപ്പോഴും കാണപ്പെട്ടിരുന്നു. ഇനി ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ശൃംഗാരികത, രീതി നിരൂപണം, ശൃംഗാരം, രീതി നിരൂപണം, ആലങ്കാരികത, അലങ്കാരത്തിന്റെ പ്രയോഗം, ഭക്തി और നീതി, ഭക്തിയും ധർമ്മവും, നാരി ചിത്രൻ, സ്ത്രീകളുടെ വർണ്ണന, ലക്ഷൺ ലക്ഷണമൊത്ത ഗ്രന്ഥങ്ങളുടെ നിർമ്മാണം, ശാസ്ത്രീയത, ശാസ്ത്രീയമായ എഴുത്തുകൾ, മുക്ത കാവ്യപ്രണയം, മുക്ത കാവ്യങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇതെല്ലാമാണ് ഇതിലെ പ്രധാന പോയിന്റ്സ്. इनी चर्चा എന്താ നോക്കാം. रीतिकाल कवियों में विभिन्न प्रवृत्तियों का समावेश हम देख सकते हैं. ये निम्नलिखित है. രീതികാലത്തിലെ കവികളിലെ മുഖ്യ പ്രവൃത്തികളെ കുറിച്ചാണ് ഇനി താഴെ പറയാൻ പോകുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. രീതി നിരൂപൺ, ലക്ഷൺ പന്തോं का निर्माण. രീതി നിരൂപണത്തിലും ലക്ഷണവുമൊത്ത ഗ്രന്ഥങ്ങളുടെ നിർമ്മാണമാണ് ഒന്നാമത്തെ പ്രവണത. രീതികാൽ की प्रमुख प्रवृत्ति രീതി നിരൂപൺ है. രീതികാലത്തിലെ പ്രമുഖമായ പ്രവൃത്തി എന്ന് പറഞ്ഞിരുന്നത് രീതി നിരൂപണമാണ്. രീതികാൽ के कवि ने कवि कर्म और आचार्य कर्म साथ साथ निभाया.
രീതികാലത്തിലെ കവികൾ എന്ന് പറയുന്നത് കവികളുടെ കർമ്മവും ആചാര്യന്മാരുടെ കർമ്മവും ഒരേ സമയം ചെയ്തിരുന്നു. ഇങ്ങനെ പറഞ്ഞാൽ എന്താണ്? കവി കർമ്മം എന്ന് പറഞ്ഞാൽ എഴുതുക, നല്ല രചനകൾ സൃഷ്ടിക്കുക എന്നതാണ് ഒരു കവിയുടെ ധർമ്മം. ആചാര്യൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, മറ്റുള്ളവരുടെ തെറ്റുകൾ തിരുത്തി കൊടുക്കുകയും മറ്റുള്ളവർ നല്ല നിരൂപണ ഗ്രന്ഥങ്ങൾ എഴുതാൻ വേണ്ടി അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നവരെയും കൂടിയാണ്. എല്ലാ അറിവും തികഞ്ഞവരെയാണ്, കാവ്യ നിരൂപണ ഗ്രന്ഥങ്ങൾ എഴുതുന്നവരെയാണ് നമ്മൾ ആചാര്യന്മാർ എന്ന് പറഞ്ഞിരുന്നത്. इस काल के प्रायतः सभी कवियों ने लक्षण ग्रंथों का निर्माण किया. ഈ കാലഘട്ടത്തിലെ എല്ലാ കവികളും ലക്ഷണമൊത്ത ഗ്രന്ഥങ്ങളുടെ നിർമ്മാണം ചെയ്തിരുന്നു. इन कवियों ने संस्कृत के आचार्यों का अनुकरण करके लक्षण ग्रंथों अथवा रीति ग्रंथों का निर्माण किया. ഈ കാലത്തെ എല്ലാ കവികളും സംസ്കൃതത്തിലെ ആചാര്യന്മാരെ അനുകരിച്ചുകൊണ്ട് തന്നെ നല്ല ലക്ഷണമൊത്ത രീതി ഗ്രന്ഥങ്ങൾ എഴുതിയിരുന്നു. फिर भी इन्हें രീതി നിർമ്മാण में विशेष सफलता नहीं मिली. എന്നിരുന്നാൽ പോലും രീതിയുടെ നിർമ്മാണത്തിൽ ഇവർ അത്ര വിശേഷപ്പെട്ടവർ എല്ലാ അവരുടെ രചനകളും വളരെ വിശേഷപ്പെട്ടതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. इनके ग्रंथ एक तरह से संस्कृत ग्रंथों में दिए गए नियमों और तत्वों का हिंदी अनुवाद है. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഗ്രന്ഥങ്ങളെല്ലാം സംസ്കൃതത്തെ നിയമങ്ങളാൽ തത്വങ്ങളാലും എഴുതപ്പെട്ട ഹിന്ദിയുടെ അനുവാദത്തിലുള്ള രചനകളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇൻമേ മൗലികത ഓർ സ്പഷ്ടത കാ അഭാവേ. ഇതിൽ മൗലികതയും മൗലികത എന്ന് പറയുമ്പോൾ എന്താണ്? സ്വന്തമായി എഴുതുന്നതിനാണ് മൗലിക ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ഇത് നമുക്ക് ചില സമയത്ത് ഒരു ട്രാൻസ്ലേഷൻ ആയിട്ടാണ് തോന്നാം. സംസ്കൃതത്തിൽ നിന്നും ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ചില ഗ്രന്ഥങ്ങൾ, അല്ലെങ്കിൽ അവരിൽ നിന്നും ചില കാര്യങ്ങൾ കടമെടുത്ത്, സ്വന്തമായ കാര്യങ്ങൾ ഇല്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കടമെടുത്ത് എഴുതുന്ന ഗ്രന്ഥങ്ങളായിട്ട്. പിന്നെ സ്പഷ്ടത കുറവും ഈ ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്നു. രീതി നിരൂപൺ करने वाले ആചാര്യോं के दो भेद है. രീതി നിരൂപണം ചെയ്തിരുന്ന ആചാര്യന്മാർ രണ്ട് വിഭാഗത്തിൽ പെടുന്നു. സർവാംഗ നിരൂപകർ और വിശിഷ്ടാംഗ നിരൂപകർ. സർവാംഗ നിരൂപകരും വിശിഷ്ടാംഗ നിരൂപകരും. ഇങ്ങനെ പറഞ്ഞ സർവാംഗ നിരൂപകർ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും, കാവ്യാംഗ നിരൂപണത്തിലെ എല്ലാ തത്വങ്ങളും എല്ലാ നിയമങ്ങളും പാലിക്കപ്പെട്ട് എഴുതുന്നവരെയാണ് സർവാംഗ നിരൂപകർ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് വിശിഷ്ടാംഗ. അവർ ചിലതിനെ അവോയ്ഡ് ചെയ്യും, പക്ഷെ ചിലത് വിശിഷ്ടമായ ചിലതിനെ ഉൾക്കൊണ്ടുകൊണ്ട് രചനകൾ നിർവഹിക്കുന്നു. ഇവരെ വിശിഷ്ടാംഗ നിരൂപകർ എന്ന് പറയുന്നു. काव्यांग निरूपक कवियों का उद्देश्य काव्यांगों का परिचय देना है. കാവ്യാംഗ നിരൂപണം എഴുതുന്ന കവികളുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ അവർ ഈ കാവ്യാംഗങ്ങളെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതാണ്. इन्होंने लक्षण ग्रंथों के साथ अन्य कवियों की कविताओं का उदाहरण प्रस्तुत किए हैं. ഇവർ ലക്ഷണ ഗ്രന്ഥങ്ങൾ എഴുതുന്നതിന്റെ കൂടെ തന്നെ മറ്റു കവികളുടെ കവിതകളും ഉദാഹരണമായി അതിൽ എഴുതി ചേർക്കുക പതിവായിരുന്നു. इनके अलावा तीसरा वर्ग उन कवियों का है जिन्होंने रीति तत्व तो उन्हें ग्रंथों में जोड़ा है, परंतु काव्यांगों का लक्षण उन्होंने नहीं दिया है. ഇവരെ കൂടാതെ മറ്റു ചില എഴുത്തുകാരും കവികളും ഉണ്ടായിരുന്നു. അവർ രീതി തത്വങ്ങളെയും നിയമങ്ങളെയും ഗ്രന്ഥങ്ങളിൽ പാലിച്ചിരുന്നു. പക്ഷെ അവർ എന്തെഴുതിയിരുന്നില്ല? കാവ്യാംഗ ലക്ഷണങ്ങൾ ചേർന്ന ഗ്രന്ഥങ്ങൾ എഴുതിയിരുന്നില്ല. रीतिकालीन कवि का उद्देश्य काव्य शास्त्र के ग्रंथों का निर्माण करना होकर कवियों के काव्य शास्त्र के विषयों में परिचय कराना था. രീതികാലീന കവികളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് കാവ്യശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ നിർമ്മാണമായിരുന്നില്ല. പകരം കവികൾക്ക് കാവ്യശാസ്ത്ര വിഷയത്തിൽ പരിചയം ഉണ്ടാക്കി കൊടുക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അടുത്ത പോയിന്റാണ് ശൃംഗാരികത. അതിനെക്കുറിച്ച് പറയണം. ശൃംഗാരികത എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ശൃംഗാര രസം കൂടുതലുള്ള രചനകൾ എഴുതുക. രീതികാൽ की दूसरी बड़ी विशेषता श्रृंगार रस की प्रधानता है. രീതികാലത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വിശേഷത എന്ന് പറയുന്നത് ശൃംഗാര രസത്തിലുള്ള രചനകളുടെ എഴുത്തായിരുന്നു. श्रृंगार के संयोग पक्ष के साथ वियोग पक्ष का वर्णन इस युग की कविताओं की विशेषता है. ഈ ശൃംഗാരത്തിൽ രണ്ടു തരം ശൃംഗാരങ്ങളുണ്ട്. സംയോഗ ശൃംഗാരം, വിയോഗ ശൃംഗാരം. സംയോഗ ശൃംഗാരം എന്നാൽ പ്രണയത്തിൽ കൂടിച്ചേരലിനെ സൂചിപ്പിക്കുന്നു. പക്ഷെ വിയോഗ ശൃംഗാരം എന്ന് പറഞ്ഞാൽ പ്രണയം മൂലമുണ്ടാകുന്ന വിരഹത്തിൽ നിന്നുണ്ടാകുന്ന ശൃംഗാരവും പ്രണയത്തെക്കുറിച്ചുള്ള വർണ്ണനയൊക്കെയാണ് അതിലുണ്ടാവുക. ഇതിന് രണ്ട് തരത്തിലുള്ള രചനകളും ഈ കാലഘട്ടത്തിന്റെ വിശേഷതകൾ ആയിരുന്നു.
श्रृंगार में आलंबन और उद्दीपन के उदाहरणों को भी देख सकता है. ഈ ശൃംഗാര രസത്തിൽ ആലംബൻ और ഉദ്ദീപൻ के ഉദാഹരണം പിന്തുണ നൽകി കാവ്യത്തിന് പിന്തുണ നൽകുകയും പ്രചോദനം നൽകുകയും ചെയ്യുന്ന ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ രചനകളിൽ ശൃംഗാരത്തിന് ഇപ്പൊ പ്രകൃതി പോലും പ്രണയത്തിന് ആലംബനാവുക എന്ന് പറഞ്ഞാൽ പിന്തുണയ്ക്കുക, ഒരു സപ്പോർട്ടിങ്, ഞാൻ പറയുമ്പോൾ ഒരു പെൺകുട്ടിയെ ഒരാൾ കാണുമ്പോൾ അതിന്റെ ചുറ്റുപാട് ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കപ്പെടും അല്ലെ. നല്ലൊരു പൂന്തോട്ടത്തിലൊക്കെ വെച്ച് കാണുമ്പോൾ ആ പൂന്തോട്ടവും അയാൾക്ക് ഒരു പിന്തുണ കൊടുക്കും. കൂടാതെ എന്ത് കൊടുക്കും? ഒരു പ്രചോദനം, അവളോട് പ്രണയം തോന്നാനുള്ള ഒരു പ്രചോദനം. അതിനെയാണ് നമ്മൾ ഉദ്ദീപൻ എന്ന് പറയുന്നത്. അതിന്റെ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് ഈ രചനകളിൽ കാണാൻ കഴിയുന്നു. നഖശിക വർണ്ണൻ ബി ജ്യാദാ ഹുയി ഥി. കൂടാതെ സ്ത്രീകളുടെ നഖശിക വർണ്ണന, അടിമുടി സ്ത്രീകളെ അതിമനോഹരമായിട്ട് വർണ്ണിച്ചിരുന്നു. പ്രകൃതിയുടെ വർണ്ണനകളും ഉണ്ടായിരുന്നു. രാധാകൃഷ്ണ की प्रेम लीलाओं का चित्रण व्यापक स्तर पर हुआ है. രാധാകൃഷ്ണന്മാരുടെ പ്രേമലീലകൾ എല്ലാവരും വളരെയധികം മനോഹരമായി വർണ്ണിച്ചിരുന്നു. रीतिकालीन कवि श्रृंगार वर्णन के द्वारा अपने ആശ്രിതദാതാവോ को संतुष्ट कराते थे. രീതികാലത്തിലെ കവികൾ ശൃംഗാര രസത്തിലുള്ള രചനകൾ എഴുതുക കൂടാതെ തങ്ങളുടെ രാജാക്കന്മാരെ, തങ്ങളുടെ ആശ്രയദാതാക്കളെ വളരെയധികം സന്തുഷ്ടപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. സംയോഗ ചിത്രണമേ കഹി കഹി അശ്ലീലത ഭി ദിക്കായി ദേത്തി. ഈ സംയോഗ ശൃംഗാരം എഴുതുന്ന സമയത്ത് പലയിടങ്ങളിലും അശ്ലീലമായ ചുവയിലുള്ള വർണ്ണന ഉണ്ടായി. പ്രണയമാവുമ്പോൾ അവിടെ കുറച്ച് അശ്ലീല വർണ്ണനകൾ അനിവാര്യമാണ് അല്ലേ. അടുത്തതാണ് ആലങ്കാരികത. ആലങ്കാരികത എന്ന് പറയുമ്പോൾ അലങ്കാരത്തിന്റെ പ്രയോഗം, വൃത്തം അലങ്കാരം എന്ന് പറഞ്ഞാൽ അലങ്കാരത്തിന്റെ പ്രയോഗം. രീതികാലക്ക് അന്യ പ്രവൃത്തിയോമേ ആലങ്കാരികത. രീതികാലത്തിന്റെ മറ്റൊരു പ്രവണതയാണ് ആലങ്കാരികത. राजदरबार और जनमानस में पर्याप्त सम्मान मिलने के लिए कवि गण को अलंकार शास्त्र का ज्ञान होना आवश्यक है. രാജദർബാറിലും ജനങ്ങളുടെ മനസ്സിലും പര്യാപ്തമായ ആദരവ് ലഭിക്കണമെങ്കിൽ അവർ അലങ്കാര ശാസ്ത്രത്തെക്കുറിച്ച് പൂർണ്ണമായും അറിവുണ്ടായിരിക്കേണ്ട ആർക്ക്? കവികൾക്ക്. इसलिए अपने ज्ञान को प्रदर्शित करने और राजदरबार में को चमत्कृत करने के लिए कवियों ने आलंकारिकത को अपना. ഇതുകൊണ്ട് തന്നെ അവരുടെ അറിവ് പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയും രാജകൊട്ടാരത്തിലെ തങ്ങളുടെ കൃതികളാൽ അലങ്കരിക്കുന്നതിനും വേണ്ടി അവർ അലങ്കാരത്തെ ഉപയോഗിച്ചിരുന്നു. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. ഇനി അടുത്ത നാലാമത്തെ പോയിന്റ് ഭക്തി ഔർ നീതി. അന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷതയായിരുന്നു ഭക്തിയും ധർമ്മവും. दरबारी कवि होने के कारण रीतिकालीन कवियों में भक्ति भावना स्वाभाविक था. ദർബാരി കവി ആയതുകൊണ്ട് തന്നെ ഇവർക്ക് രാജാക്കന്മാരോട് അതിഭയങ്കരമായ ഭയഭക്തി ഉണ്ടായിരുന്നു. ഭക്തി ഭാവന के साथ साथ നീതി की प्रधानता भी देख सकता है. ഭക്തി ഭാവന മാത്രമല്ല അവർക്ക് ധർമ്മഭാവനയും ഉണ്ടായിരുന്നു. ധർമാധിഷ്ഠിതമായ രചനകൾ എഴുതാൻ വേണ്ടി അവർ ശ്രമിച്ചിരുന്നു. രാജാവിനെ കുറിച്ചുള്ള ഒരു വർണ്ണനയാണ് രാജാവ് ഒരു അധർമ്മിയായ രാജാവാണെന്ന് അവർ എഴുതില്ല. രാജാവിന്റെ നല്ല ഗുണഗണങ്ങൾ, ധർമ്മിഷ്ഠനായ രാജാവെന്ന് അവർ എഴുതുള്ളൂ. लेकिन दोनों भाव बिखरी हुई थी इसलिए इसका ठीक प्रयोग नहीं. പക്ഷെ ഇതിന്റെ രണ്ടിന്റെയും ശരിയായ പ്രയോഗം ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. यह देखकर उसे भक्ति या नीति कवि नहीं कहा जाए. അതുകൊണ്ട് തന്നെ ഇവർ ഭക്ത കവികളാണോ ധർമ്മ കവികളാണോ എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ സാധിക്കുകയില്ല. അടുത്ത പോയിന്റ് ആണ് പ്രകൃതി ചിത്रण, പ്രകൃതി വർണ്ണന. रीतिकाल में प्रकृति का वर्णन आलंबन या युद्धीपन रूप में हुआ है. രീതികാലത്തിലെ പ്രകൃതി ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, അവർ എന്തായിട്ട് പ്രയോഗിക്കുന്നു? പ്രണയത്തിന്റെ പിന്തുണകരായിട്ടും പ്രചോദകരായിട്ടും പ്രയോഗിച്ചത്. വിരഹമാണെങ്കിലും അങ്ങനെ വിരഹത്തെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രകൃതി വർണ്ണന. അതിൽ പ്രകൃതി, ഓരോ പ്രകൃതിയുടെ ഭാവങ്ങൾ, അത് ഘനാനന്ദൊക്കെ ഈ പ്രണയത്തിന്റെ വിരഹ വർണ്ണനയൊക്കെ അതിമനോഹരമായിട്ട് ചെയ്ത രീതി മുക്ത കവിയായ ഘനാനന്ദ്. അധികാംശ സംയോഗ വർണ്ണനമേ ഉദാഹരണത്തിൽ കൂടുതലായിട്ടും സംയോഗ വർണ്ണനകൾ, പ്രണയത്തിന്റെ സംയോഗ വർണ്ണന കൂടിച്ചേരലുകളിലാണ് ഈ പ്രകൃതി വർണ്ണന കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അടുത്തതാണ് നാരീ ചിത്രം, സ്ത്രീ സൗന്ദര്യ വർണ്ണന. रीतिकाल के कवि राजाश्रित होने के कारण आश्रितदाता को नृत्य
तृप्त करने के लिए नारी के विलासिनी चित्र प्रस्तुत किया है. രീതികാലത്തിലെ കവികൾ ആശ്രയ കവികളായ രാജാശ്രയ കവികളായതുകൊണ്ട് തന്നെ രാജാവിനെ സന്തുഷ്ടനാക്കുന്നതിന് വേണ്ടി അവർ സ്ത്രീകളെ ഒരു ആഡംബര വസ്തു അല്ലെങ്കിൽ ഒരു ഭോഗ വസ്തുവായിട്ടാണ് വർണ്ണിച്ചിരുന്നത്. ഉൻകെ സാമനെ നാരി കേവലേക്ക് വിലാസിനി പ്രേമികാതെ, അവരുടെ അഭിപ്രായത്തിൽ സ്ത്രീകൾ എന്ന് പ്രണയിക്കുവാനുള്ളൊരു വസ്തു മാത്രമായിരുന്നു. കൂടാതെ നാരിക അസ്തിത്വ ഭോഗവിലാസി സാമഗ്രി മാത്രതേ, സ്ത്രീകളെ എന്തിനു വേണ്ടി മാത്രമുള്ളതാണെന്നാണ് അവർ ഭോഗവസ്തുവായിട്ട്, ഭോഗവസ്തു എന്ന് പറയുമ്പോൾ സെക്സിന് വേണ്ടി മാത്രമുള്ളൊരു വസ്തുവായിട്ടാണ് അവർ ആ കാലഘട്ടത്തിൽ സ്ത്രീകളെ കണ്ടിരുന്നത്. നാരിക്ക് അന്യ ഉദാത്ത രൂപവും പർ ഉസ്കി ദൃഷ്ടി പടിഹി നിഹി, സ്ത്രീകളുടെ ഉദാത്തമായ മറ്റു മഹത്വങ്ങളിലേക്കൊന്നും അവരുടെ കാഴ്ച പോയിരുന്നില്ല. ഇപ്പൊ സ്ത്രീകൾക്ക് എന്താണ് മാതൃത്വമുണ്ട്, നല്ല സഹോദര്യത്വമുണ്ട്, ഈ ഒരു വികാരങ്ങൾ നല്ലൊരു പ്രണയിനിയാണ്, ഇതിലേക്കൊന്നും പോകാതെ സ്ത്രീയെ ഒരു ഭോഗവസ്തുവായി മാത്രമാണ് അവർ ചിത്രീകരിച്ചിരുന്നത്. രീതികാലിലെ കവി നാരിക്ക് സാമാജിക മഹത്വ ഉസ്കെ ഗൗരവോ നഹി ദേഖ് സക്താ ഹൈ, ഇവർ സ്ത്രീകളുടെ ഒരു സമൂഹപരമായിട്ട് ഇവർക്ക് സ്ത്രീകൾക്കൊരു മഹത്വമുള്ളതായിട്ടും ഒരു ഗൗരവപൂർണമായ സ്ഥാനമുള്ളതായിട്ടും ഇവർ കരുതിയിരുന്നില്ല. അടുത്തതാണ് ശാസ്ത്രീയത, ശാസ്ത്രീയപരമായിട്ടുള്ള രചനകൾ. രീതികാലൻ അധികാംശ കവിയോമേ ശാസ്ത്രീയത കാ വ്യാപക പ്രഭാവം, രീതികാലത്തിലെ എല്ലാ കവികളിലും ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു പ്രഭാവം ഉണ്ടായിരുന്നു. രീതി സിദ്ധ കവിയോനെ കാവ്യശാസ്ത്ര, കാമശാസ്ത്ര, നീതിശാസ്ത്ര, ദർശൻ ശാസ്ത്ര, ജ്യോതിഷ് ശാസ്ത്ര ജैसे सभी सैद्धांतिक पक्षों को नहीं अपनाया. രീതിസിദ്ധ കവികൾ കാവ്യശാസ്ത്രത്തിലെ തന്നെ കാമശാസ്ത്രം, ധർമ്മശാസ്ത്രം, ദർശനശാസ്ത്രം, തത്വശാസ്ത്രം, ജ്യോതിശാസ്ത്രം, ഇങ്ങനത്തെ എല്ലാ സിദ്ധാന്ത ഗ്രന്ഥങ്ങളൊന്നും അവർ എഴുതിയിരുന്നില്ല. ഉൻഹോനെ व्यावहारिक रूप से अपनी रचनाओं को उपयुक्त शास्त्रों से संबंधित उदाहरण देकर ശാസ്ത്രീയ ജ്ഞാൻ പരിചയം. പക്ഷെ ഇവർക്ക് ഈ അറിവുകളെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഈ ഉപയുക്തമായ സിദ്ധാന്തങ്ങളെയെല്ലാം തങ്ങളുടെ രചനകളിൽ ശാസ്ത്രീയമായ അറിവോടുകൂടി തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്തിരുന്നത്. അടുത്തതാണ് മുക്തക കാവ്യ പ്രണയം. മുക്തക കാവ്യങ്ങളോടായിരുന്നു അന്നത്തെ കാലത്തെ കവികൾക്ക് പ്രണയം ഉണ്ടായിരുന്നത്. രീതി സിദ്ധ കവിയോं की अधिकांश काव्याभिव्यक्ति मुक्तकों के माध्यम है हुई थी. രീതി സിദ്ധ കവികളുടെ അധികം കവികളുടെയും അഭിവ്യക്തി എന്ന് പറയുന്നത് അവര് മുക്തക മാധ്യമത്തിലാണ് കവിതകൾ രചിച്ചിരുന്നത്. ഈ രീതി സിദ്ധ കവികളുടെ പ്രധാനപ്പെട്ട ആളാണ് ബിഹാരി എന്ന് ഞാൻ പറഞ്ഞു. ബിഹാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രചന ഏതാണ്? ബിഹാരി സസ്സൈ. ഈ ബിഹാരി സസ്സൈ എന്താണ്? ഒരു മുക്തക രചനയാണ് ബിഹാരി. അതിൽ ഓരോ ഈരണ്ട് വരി നമുക്കിങ്ങനെ മുക്തകങ്ങളായിട്ട് ഇങ്ങനെ മുത്തുമണികളായിട്ട് എടുക്കാം. കാരണം ഓരോ വരികൾക്കും സ്വന്തമായൊരു വ്യക്തിത്വവും സ്വന്തമായൊരു അർത്ഥവും ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കവിതകളാണ് മുക്തക കവിതകൾ. ഒന്നൊന്നിനെ കണക്ട് ചെയ്ത് പോകാതെ നമുക്ക് ഓരോ ഈരണ്ട് വരികളായിട്ട് തന്നെ നമുക്കതിൽ നിന്ന് പെറുക്കിയെടുത്ത് അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. लघु आकार के छंदों के माध्यम से भावों की अभिव्यक्ति जितनी मुक्तकों के माध्यम से हो सकते हैं उतनी अन्य माध्यमों से नहीं. ചെറിയ രൂപത്തിലുള്ള വൃത്തത്താൽ അധിഷ്ഠിതമായ ഈ വൃത്തത്തിന്റെ മാധ്യമത്തിൽ എഴുതപ്പെട്ട ഈ മുക്തക കാവ്യങ്ങളുടെ അത്രത്തോളം നമുക്ക് മറ്റു രീതിയിൽ ഭാവങ്ങളെ പ്രകടിപ്പിക്കാൻ കഴിയില്ല. മുക്തക കാവ്യങ്ങളിലാണ് ഭാവങ്ങളുടെ ശരിയായ പ്രയോഗം ചെയ്യാൻ കഴിയുക എന്നാണ് പറയുന്നത്. അടുത്തത് അവലോകനം. രീതികാलीन कवियों की प्रवृत्तियों की चर्चा करते वक्त मुख्य रूप से रीति निरूपण और ശൃംഗാരികത ഹി ആത്തെ ഹെ. രീതികാലത്തെ കവികളുടെ പ്രവണതകൾ ചർച്ച ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മുഖ്യ രൂപസ രീതി കൂടെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി നോക്കണം. രീതി നിരൂപണവും ശൃംഗാരികതയും അന്നത്തെ ഒരു മുഖ്യ പ്രവണത ആയിരുന്നു. लेकिन इस समय की परिस्थितियों को ध्यान में रखकर अन्य प्रवृत्तियों पर भी प्रकाश डालना संगत है. കൂടാതെ ഈ ഒരു കാലഘട്ടത്തിലെ മറ്റു പ്രവണതകളും, ഇത് മാത്രമല്ലായിരുന്നു പ്രവണതകൾ, ആ ഒരു പ്രവണതകളെയും നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അന്നത്തെ പ്രവൃത്തികളെ നമ്മൾ വിശകലനം ചെയ്യാൻ. इस दृष्टि
से देखते भक्ति और नीति से लेकर പ്രകൃതി ചിത്രം ബി എനിക്ക് മുഖ്യ പ്രവൃത്തി. ആ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ അന്നത്തെ കാലത്ത് ഭക്തിയും ധർമ്മവും പ്രകൃതി ചിത്രണവും കൂടി അന്നത്തെ ഒരു പ്രമുഖമായ പ്രവണതകൾ അല്ലെങ്കിൽ വിശേഷതകൾ ആയിരുന്നു. ഇതിലിപ്പോ റീക്യാപ്പ് എന്ന് പറയുന്നത് രീതി നിരൂപണവും ശൃംഗാരികത രീതികാലയ്ക്ക് മുഖ്യ പ്രവൃത്തിയായി. രീതി നിരൂപണവും ശൃംഗാരികതയും രീതികാലത്തിന്റെ മുഖ്യ പ്രവണതകൾ ആയിരുന്നു. രീതികാലീന കവി പ്രകൃതി ചിത്रण पर बल देता है. രീതികാലീനത്തിലെ കവികൾ പ്രകൃതി ചിത്രണത്തിൽ പ്രാധാന്യം കൊടുത്തിരുന്നു. രീതികാലിലെ കവി സൗന്ദര്യവർണ്ണൻ पर बल देता है. രീതികാലത്തിലെ കവികൾ സൗന്ദര്യവർണ്ണനയിൽ പ്രാധാന്യം കൊടുത്തിരുന്നു. ഭക്തി और നീതി രീതികാലീൻ കവിയോ का മുഖ്യ. ഭക്തിയും ധർമ്മവും രീതികാലത്തെ കവികളുടെ മുഖ്യ വിഷയങ്ങളായിരുന്നു. രീതിസിദ്ധ കവിയോं की കാവ്യാഭിവ്യക്തി മുക്തകോं के माध्यम से हुआ है. രീതിസിദ്ധ കവികൾ മുക്തക കാവ്യങ്ങളാണ് രചിച്ചിരുന്നത്. ഇത്രയുമാണ് ഇതിലെ പോയിന്റ്സ്. ഇതിലിപ്പോ ഇതൊക്കെ മുന്നേ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്, ഒന്നും കൂടി വിശദമായിട്ട് കൊടുത്തിരിക്കുന്നു. കുറെ പോയിന്റ്സ് നമ്മൾ രീതികാലത്തിന്റെ പോയിന്റ് മുന്നേ കാണിച്ചത്. ഇപ്പൊ ഇതിൽ കാണിച്ച രീതി സാഹിത്യത്തിൽ രചനകളിലുള്ള പോയിന്റ് അല്ലെ പ്രധാനപ്പെട്ട എങ്ങനെയാണ് ഒരു രീതി ഗ്രന്ഥങ്ങൾ എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ നമുക്കിതിൽ കിട്ടിയിരിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് രീതികാലീന കവിയോं की മുഖ്യ പ്രവൃത്തിयों का പരിചയ ദീജിയെ. രീതികാലത്തിലെ പ്രധാനപ്പെട്ട പ്രവണതകളെ കുറിച്ച് വിശേഷതകളെ കുറിച്ച് എഴുതാനാണ്. രീതി നിരൂപണ ശൃംഗാരികത വിഷയ पर टिप्पणी തയ്യാർ കീജിയെ. രീതി നിരൂപണവും ശൃംഗാരികതയും എന്ന വിഷയത്തെ കുറിച്ചാണ് ഒരു ടിപ്പണി തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ രീതികാലത്തെ മുഖ്യ പ്രവൃത്തിയും ക്യാ ഹെ ക്യോ. രീതികാലത്തിലെ മുഖ്യ പ്രധാനപ്പെട്ട പ്രവൃത്തികൾ എന്തെല്ലാം, എന്തുകൊണ്ട്. ഈ നല്ല രസമുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് ആലോചിച്ച് എഴുതാൻ എന്തൊക്കെയാണ് രീതികാലത്തെ കവിതകളെന്ന് നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടും. അപ്പം നമുക്ക് ആലോചിച്ച് നല്ല ഭംഗിയായി എഴുതാവുന്ന രീതിയിൽ തന്നെയാണ് ഈ യൂണിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഈ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ മതി. ജസ്റ്റ് ഒന്ന് വായിക്കുക. നല്ല മാർക്ക്, ഇതിൽ ഒരു മാർക്ക് പോലും മിസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്ര സിമ്പിളാണ്. നന്നായി പഠിക്കുക, നന്നായി എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.